ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഈ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഹാംസ്റ്ററിനെ പറ്റിയിട്ട് തന്നെയാണ്. ആദ്യത്തെ വീഡിയോ ഹാംസ്റ്ററിനെ പറ്റിയിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വീഡിയോ ഹാംസ്റ്ററിനെ പറ്റി ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ന്യൂസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ആദ്യം ടെലിഗ്രാം വാലറ്റ് കണക്ട് ചെയ്തവർക്ക് 1000 ആയിരുന്നു അത് എക്സ്ചേഞ്ച് ചെയ്യാൻ ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 150 ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ 150 മുകളിലുള്ള എല്ലാവരും ടോക്കൺ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ അത് വിൽക്കാം. ഞാനത് ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ഞാൻ 1:30 തന്നെ നിങ്ങൾക്ക് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി 1:30 തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഒരുപാട് പേർക്ക് രാത്രിയല്ല, അപ്പൊ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിനാൻസിൽ എങ്ങനെയാണ് P2P മാർക്കറ്റ് കാണുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ബിനാൻസിന്റെ കാര്യം ഞാൻ ഒന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടോൺ കീപ്പറിന്റെ കാര്യം ഞാൻ ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ടെലിഗ്രാമിലേക്ക് തന്നെ പോവാം. നമുക്ക് ടെലിഗ്രാമിന്റെ ഇന്റർഫേസ് കാണാം. അപ്പോൾ ഞാൻ ടെലിഗ്രാം വാലറ്റ് എടുത്തിട്ടുണ്ട്. ടെലിഗ്രാം വാലറ്റ് എടുത്ത ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. നിങ്ങളുടെ ടോട്ടൽ ബാലൻസ്, അതേപോലെ തന്നെ എന്തൊക്കെ ടോക്കൺ ആണ് അവിടെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് ഒന്നും ഇല്ല, അത് കാരണം നമുക്ക് ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർ അസറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാംസ്റ്റർ ടോക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വാല്യൂ വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമുള്ളൂ, അത് കാരണമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹാംസ്റ്ററിന്റെ ഉള്ളിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെ യു പേ എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഹാംസ്റ്റർ കൊടുക്കുക. താഴെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ USDT കൊടുക്കുക, ടോൺ കൊടുക്കുക, ഡോക്സ് കൊടുക്കുക, നോട്ട് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും കൊടുക്കുക. പക്ഷേ ഇത് വിഡ്രോ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നമുക്ക് വിൽക്കുമ്പോഴും അതിനൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പേരുടെ കമന്റ് കണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടോൺ ആയിട്ട് മാറ്റുക. ടോൺ ആയിട്ട് മാറ്റുമ്പോൾ ടോണിന് ഒന്നിന് 500 രൂപയുണ്ട്. നമ്മുടെ കയ്യിലുള്ളതിന് എന്തായാലും മാക്സിമം ആൾക്കാർ 200-300 രൂപയുടെ മുകളിൽ നമ്മുടെ ഇത് ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ടോൺ ആയിട്ട് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുത്ത് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ഹാംസ്റ്റർ ടോക്കൺ ആണ് നിങ്ങൾക്ക് മാറ്റുക, അങ്ങനെയുള്ള കാര്യം ഡീറ്റെയിൽ ഒക്കെ വരും. അപ്പോൾ കൺഫേം ആൻഡ് എക്സ്ചേഞ്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായി, നിങ്ങളുടെ ഹാംസ്റ്റർ ടോക്കൺ അത് മൊത്തമായിട്ട് ടോൺ ആയിട്ട് കൺവേർട്ട് ആയി. അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നേരെ എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നേരെ P2P മാർക്കറ്റിലേക്ക് പോകണം. P2P മാർക്കറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ ബൈ ഉണ്ടാവും, അതേപോലെ തന്നെ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സെല്ലാണ് ചെയ്യാൻ പോകുന്നത്, സെല്ല് കൊടുക്കുക. അപ്പൊ എന്നിട്ട് മേലെ മെത്തേഡ് വെരിഫിക്കേഷൻ കറൻസി ക്രിപ്റ്റോ എന്നുണ്ടാവും, അവിടെ ടോൺ ആക്കി വെക്കുക. ടോൺ ആക്കി വെച്ചാൽ കുറെ പേരുടെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ചെറിയ ലിമിറ്റ് ഉള്ളത് എടുക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ഞാൻ 200 രൂപ ലിമിറ്റ് ഉള്ളത് എടുത്തു. ലിമിറ്റ് ഉള്ളത് എടുത്തിട്ട് എന്റെ ഹോൾ ടോക്കൺ ടോൺ ടോക്കൺ ഞാൻ അവിടെ സെല്ല് ചെയ്യാൻ കൊടുത്തു. സെല്ല് ചെയ്യാൻ കൊടുത്തുകൊണ്ട് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് UPI ആണോ ഗൂഗിൾ പേ ആണോ അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ഓർഡർ ഇല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ഉടനെ നിങ്ങൾക്ക് എത്രത്തോളം അതിന് ചെറിയ ഫീസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിലും ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത പേജിൽ കിട്ടുന്നത്. എന്താന്ന് പറഞ്ഞാൽ എത്ര ഹാംസ്റ്റർ ടോക്കൺ ആണ്, അതുപോലെ തന്നെ എത്ര ആക്കിയിട്ട് മാറ്റുമ്പോഴാണ് ടോൺ ആവുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സർവീസ് ചാർജും അവരുടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഓർഡർ കൊടുക്കുക. ക്രിയേറ്റ് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെല്ലറിന്റെ ഇല്ലെങ്കിൽ ആ ബയ്യറിന്റെ ഒരു കൺഫർമേഷനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അയാൾ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അപ്പൊ തന്നെ വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ അയാളെ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വേറൊരു ആഡ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെല് ചെയ്യുക. നിങ്ങൾക്ക് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ക്യാഷ് വന്നു എന്ന് ഉറപ്പായാൽ മാത്രം ഇവിടെ കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, പേയ്മെന്റ് റിസീവ്ഡ് എന്ന്. ആ കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ടോക്കൺ മറ്റുള്ള ആൾക്ക് പോവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ടെലിഗ്രാം വാലറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുക. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നേരെ P2P മാർക്കറ്റിലേക്ക് പോവുക. P2P മാർക്കറ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, അതും ഏറ്റവും മേലെ ക്രിപ്റ്റോ എന്നുള്ള അവിടെ ടോൺ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്തത് ആക്കുക. ഇപ്പൊ USD ഒക്കെ ആക്കി എന്ന് പറഞ്ഞാൽ കുറെ പേര് USD ചെറിയ എമൗണ്ടിലൊന്നും മാറ്റുന്നുണ്ടാവില്ല. അപ്പൊ ടോൺ ആക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എന്താ വിൽക്കാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സംപയറിൽ ഈ ടോൺ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ടെലിഗ്രാം വാലറ്റ് യൂസ് ചെയ്യുന്ന കുറെ പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബൈനാൻസിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബൈനാൻസിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. അപ്പൊ ഇന്റർഫേസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോയിൻസ് ഒന്നും ഉണ്ടാവില്ല. അത് കാരണം ഞാൻ ഫസ്റ്റ് എന്തായാലും ചെയ്യാൻ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ ട്രേഡിൽ പോവുക. ട്രേഡിൽ പോയിട്ട് ഇവിടെ USDT ARS എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നമ്മളിപ്പോ ഹാംസ്റ്റർ ആണല്ലോ അത് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഹാംസ്റ്റർ അവിടെ സെലക്ട് ചെയ്യണം. ഹാംസ്റ്റർ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ #/USDT എന്നുണ്ടാവും. അപ്പൊ ഈ ഹാംസ്റ്റർ എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അത് കാരണമാണ് USDT അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ സെൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അടിച്ചിട്ട് ഇവിടെ എത്രത്തോളം കോയിൻസ് ഉണ്ടോ അത് ഇവിടെ ടോട്ടൽ കൊടുക്കുക. കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കോയിൻസ് ഒക്കെ USDT ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഈ കാര്യം നിങ്ങൾ എപ്പോൾ ചെയ്യണമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ കോയിൻ വന്നിട്ട് ലിസ്റ്റ് ആയപ്പോൾ തന്നെ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു
പ്രോഫിറ്റ് കിട്ടിയേനെ. അത് പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലൈവും കണ്ട കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടത്. അതിന് മുമ്പ് തന്നെ ഞാൻ കുറേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന ഉടനെ സെല്ല് ചെയ്തോ. പക്ഷെ ആരും സെല്ല് ചെയ്തില്ല. സെല്ല് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം USD ആയിട്ട് മാറ്റാൻ പറ്റി. അപ്പൊ നമുക്ക് നേരെ വാലറ്റിലേക്ക് വന്നപ്പോൾ എന്റെ ഇവിടെ നിന്ന് 1.79 USD ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഇത് വിഡ്രോ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ക്യാഷ് ആയിട്ട് എടുക്കണം, അങ്ങനെയുള്ള ഒരു കാര്യം എല്ലാവരും ചോദിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക? ട്രേഡ് ഓപ്ഷനിൽ തന്നെ വീണ്ടും പോയിട്ട് ഏറ്റവും മേലെ P2P മാർക്കറ്റ് എന്നുണ്ടാവും. ഇപ്പൊ എനിക്കത് USD എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് കാരണം P2P മാർക്കറ്റിൽ പെട്ടെന്ന് അങ്ങനെ ഒരു അവൈലബിൾ ആയിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ P2P മാർക്കറ്റിൽ പോയപ്പോൾ അവിടെയും നമുക്ക് USD ഉണ്ട്, എമൗണ്ട് ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്, ബൈ സെൽ എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സെല്ല് കൊടുത്ത ഉടനെ എന്തായി? അവിടെയുള്ള ആൾക്കാർ എന്തൊക്കെ ആഡാണ് ഇട്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവര് എന്താ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് 10,000 ആണ്, ഒന്ന് 18,000 ആണ്, ഒന്ന് 9,000 ആണ്, 30,000 ആണ്, 24,000 ആണ്, അതുപോലെയുള്ള 10,000 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ എപ്പോഴാണോ കുറവായിട്ട് ആരെങ്കിലും ഒരാൾ ഒരു ആഡ് ഇടുന്നത്, ഞാൻ ഇന്ന പൈസക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ അവർ പറയുമ്പോൾ തന്നെ വിൽക്കാൻ പറ്റില്ല. അപ്പൊ $1, $2, $3 ഒന്നും വിൽക്കാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ വിൽക്കുമ്പോൾ ഒരു ചെറിയ ട്രാൻസാക്ഷൻ ഫീസും ഉണ്ടാവും. നമുക്ക് അപ്പൊ അത്രത്തോളം വാല്യൂ ഒന്നും അതിന് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അങ്ങനെയുള്ള നമുക്ക് അത്ര വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു എയർ ഡ്രോപ്പിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ബൾക്ക് എമൗണ്ട് ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലാണ്ട് വീണ്ടും ഒരു ഓപ്ഷനും കൂടി നമുക്കുണ്ട്. എന്താണ്? ഈ ബിനാൻസിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹോമിൽ പോയി, ഞാൻ ഒരു പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഹോമിൽ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ഫണ്ടിന്റെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ ഒരു മിനിറ്റ് വെയിറ്റ് വന്നു, സെൻഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ സെൻഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഇപ്പൊ എന്റെ 1.7 ആണ് ഉള്ളത്. അപ്പൊ ആൾറെഡി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? സെൻഡ് ക്യാഷ് എക്സ്പെക്ടഡ് ടു റിസീവ് ഇന്ത്യൻ മണിയിലാണ്. ഇപ്പൊ എന്റെ എന്താണ്? USDT ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മാക്സിമം USDT അവിടെ മാറ്റിയപ്പോൾ നമുക്ക് ആൾറെഡി എത്ര എൻ്റെ ഇപ്പോൾ 1.78 ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എത്ര എമൗണ്ട് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക? 3.3108 എമൗണ്ട് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യുക? താഴെ UPI കൊടുക്കുക. UPI കൊടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ UPI ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ QR ID നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതും കൊടുത്തു കഴിഞ്ഞിട്ട് ഗെറ്റ് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക. അപ്പൊ കൂടുതൽ ആൾക്കാർക്കും അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. കുറവാണെങ്കിൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ പേയ്മെന്റ് ഇപ്പൊ ഇതിൽ തന്നെ കുറെ വാലറ്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ വാലറ്റുകൾ പറഞ്ഞാൽ എന്താണ്? ഫണ്ടിങ് വാലറ്റ് ഉണ്ട്, സ്പോട്ട് വാലറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചിലവരുടെ വാലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടാവും. അങ്ങനെ മാറി കിടക്കുന്ന കാരണമാണ് ചിലവർക്ക് എന്ത് കാണാൻ പറ്റുന്നത്? അവന്റെ ടോക്കൺ കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒന്നും കാണിച്ചു തരാം. അപ്പൊ എന്റെ ഈ ടോട്ടൽ USDT എടുത്തു പറയുമ്പോൾ ഞാൻ ഇവിടെ സാധാരണ ഇപ്പോൾ എന്താണ് ട്രാൻസ്ഫർ കൊടുത്തു. അപ്പൊ എന്റെ 2 വാലറ്റ് വന്നു. ഒന്ന് ഫണ്ടിങ്ങും സ്പോട്ട് വാലറ്റും എന്നുള്ള 2 ഓപ്ഷൻ വന്നു. അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഇതിൽ എന്താണ്? ഫണ്ടിങ് വാലറ്റിൽ എനിക്ക് 1.78 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്നൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പോട്ട് വാലറ്റിൽ എൻ്റെ ഒരു കോയിനും ഇല്ല. അങ്ങനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏത് വാലറ്റിലാണ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോയിൻ കിടക്കുന്നത്, അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് കാണുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ബിനാൻസ് ലൈറ്റിലാണ് നമുക്ക് എന്ത് കാണാം? വാലറ്റ് കാണാം. അതേപോലെ തന്നെ ബിനാൻസ് പ്രോയിലാണ് നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പൊ ഞാൻ ബിനാൻസ് ലൈറ്റിൽ ഇപ്പോഴും തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് നേരെ അത് ഇതായിരുന്നില്ല. ഞാൻ ബിനാൻസ് ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. ബിനാൻസ് പ്രോയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താവും? വാലറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇതിൽ പോയി എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. എന്താണ്? ഇതിൽ മാറ്റുക, അതിൽ ട്രേഡ് ചെയ്യാൻ, ആക്കാനും ബൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സെല് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ സെല് ചെയ്യുമ്പോൾ എൻ്റെ USD ആണുള്ളത്, അതെടുത്തു. USD എടുത്തിട്ട് നിങ്ങൾ മേലെ എത്ര ക്യാഷ് ആണ് നമ്മുടെ ഉള്ളത്, ബാലൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മ അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തം 1.786 മൊത്തം എന്റെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെലക്ട് റിസീവ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിലും നമുക്ക് എന്താണ്? ഒരു എമൗണ്ട് ഉണ്ട്. 2.33 തൊട്ട് 10,000 USD വരെ ആയിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതൊന്നും ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു എമൗണ്ട് ഉള്ളവർക്കൊന്നും വിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാര്യമില്ല, നമുക്ക് പുതിയൊരു എയർ ഡ്രോപ്പ് വരുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് വിൽക്കാനോ ആക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്.
ഇനി നമുക്ക് എന്ത് പോവാ, ടോൺ കീപ്പറിലേക്ക് പോവാം. ടോൺ കീപ്പറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഞാൻ ടോൺ കീപ്പർ വാലറ്റ് അല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഹാംസ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. അത് കാരണം തന്നെ എനിക്ക് ടോൺ കീപ്പർ വാലറ്റിൽ എന്ത് കിട്ടിയിട്ടില്ല, ഹാംസ്റ്റർ ടോക്കൺ ഇവിടെ താഴെ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ മേലെ കുറെ വാലറ്റ് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പൊ ടോൺ കീപ്പർ ആണ് നിങ്ങൾ ഓൺ ചെയിൻ വാലറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ നേരെ ടോക്കൺസിൽ പോയിട്ട് ഇവിടെ ഹാംസ്റ്റർ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കുക, അത് വിസിബിൾ കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ അതിന് മറുപടികൾ കിട്ടിയാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അത് കാരണമാണ് നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എനിക്ക് വരിക. അപ്പൊ നിങ്ങളുടെ ഇവിടെ ഹാംസ്റ്റർ ടോക്കൺ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. സ്വാപ്പ് എന്ന ഓപ്ഷൻ പറഞ്ഞ് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോയിന് മാറ്റാനാണ്. ഇപ്പൊ ഞാൻ മേലെ ടോണും അതുപോലെ താഴെ ഏത് കോയിനാണ്, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ സെൻഡ് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഹാംസ്റ്റർ ടോക്കൺ ഇവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം. ഹാംസ്റ്റർ ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഹാംസ്റ്റർ ടോക്കൺ നിങ്ങൾ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്രയാണ് എമൗണ്ട് ഉള്ളത് അത് മാക്സിമം കൊടുക്കുക. അപ്പൊ താഴെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടോൺ കൊടുക്കുക. ഇല്ലെങ്കിൽ ടോൺ കൊടുക്കില്ലെങ്കിൽ നമുക്ക് USD കൊടുക്കുക. ഇല്ലെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡോക്സ് കൊടുക്കുക. അതേപോലെ ഇല്ലാണ്ട് നമുക്ക് നോട്ട് കോയിൻ കൊടുക്കുക. അങ്ങനെ അതേപോലെ ഇല്ലാണ്ട് സ്റ്റാർസ് കൊടുക്കുക. അങ്ങനെയുള്ള അത്ര ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഡോക്സ് കൊടുത്തിട്ട് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് മാക്സിമം കൊടുത്തുകൊണ്ട് ഇവിടെ സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം എന്ത് ചെയ്യുക, അത് സെൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. സോറി സെല്ലല്ല, സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തിട്ട് നമ്മുടെ ഏതിപ്പോ ടെലിഗ്രാം വാലറ്റിലാണ് P2P മാർക്കറ്റൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെലിഗ്രാം വാലറ്റിന്റെ ഇത് കൊടുക്കുക. ഏത് ടോക്കൺ ആണോ നിങ്ങൾ അയക്കുന്നത് ആ കോയിൻ, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ ടോണിക്കാണ് മാറ്റിയെന്ന് വെച്ച്. അപ്പൊ താഴെ വന്നിട്ട് നിങ്ങൾ ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സെൻഡ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ടെലിഗ്രാം വാലറ്റിലേക്ക് പോവുക. ടെലിഗ്രാം വാലറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ നമുക്ക് അവിടെ ഈ ടോൺ വാങ്ങാനുള്ള കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നേരെ എന്ത് ചെയ്യുക, ടെലിഗ്രാം വാലറ്റിലേക്ക് നിങ്ങൾ പോവുക. ടെലിഗ്രാം വാലറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക. അപ്പൊ അതിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് ടോൺ കോയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ റിസീവ് എന്ന് പറഞ്ഞ കാര്യം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, നമുക്ക് ഈ നമ്മുടെ ടോൺ വാലറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ടെലിഗ്രാം വാലറ്റിലേക്ക് നമുക്ക് ഇത് കിട്ടും. എന്താന്ന് പറഞ്ഞാൽ ഈ വാലറ്റിന്റെ അഡ്രസ് കിട്ടും റിസീവ് ചെയ്യാൻ. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് സെൻഡ് ഓൺലി ടോൺ കോയിൻ ടു ദിസ് അഡ്രസ്, സെൻഡിങ് അതർ അസറ്റ്സ് സച്ച് ആസ് ജെറ്റോൺ ഓർ NFTs were result permanent loss. അപ്പൊ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പെർമനന്റ് ലോസ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോപ്പി അഡ്രസ് ഇവിടുന്ന് കൊടുക്കുക. കോപ്പി അഡ്രസ് കൊടുത്തിട്ട് നേരെ ബാക്കി വന്ന് എന്തിൽ പോവുക, ടോൺ കീപ്പറിലേക്ക് പോവുക. ടോൺ കീപ്പറിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ അഡ്രസ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കമന്റ് ആണ് ഞാൻ ഇത് ആർക്കാണ് അയക്കുന്നത്, നമ്മുടെ പേരൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങളുടെ എത്ര ടോൺ ആണ് നിങ്ങൾ കൺവേർട്ട് ചെയ്തത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. അപ്പൊ എന്റെ ബാലൻസ് ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, അത് കാരണമാണ് അങ്ങനെ. അപ്പൊ നിങ്ങളുടെ എത്ര ടോൺ ഉള്ളത് അത് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും, അത് എനിക്കറിയാം. അപ്പൊ അത്രത്തോളം ലിമിറ്റ് ഇല്ലാത്തത് മാത്രം ട്രാൻസാക്ഷൻ ചെയ്യുക. USD ആവുമ്പോൾ ഇത്തിരി കുറയുന്ന കൊണ്ടാണ് ഞാൻ USD ആക്കി മാറ്റാനൊക്കെ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് എന്താവും, നിങ്ങൾക്ക് അവിടെ വന്ന് പേയ്മെന്റ് റിസീവ് ആവും. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ടെലിഗ്രാമിന്റെ വാലറ്റിൽ കാണിച്ചത് പോലെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, P2P മാർക്കറ്റിലേക്ക് പോവുക. അതേപോലെ തന്നെ അതിൽ വിൽക്കാൻ ഇത്ര കുറഞ്ഞിട്ടുള്ള അങ്ങനെ വല്ല അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ വിൽക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഈ 3 കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാര്യം, ഈ eBayയിൽ വന്നിട്ടില്ല, അങ്ങനെയുള്ള ഞാൻ ഡയറക്റ്റ് ഗെയിം ചെയ്തിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലൈവിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ കുറെ പേർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതൊരു കോയിൻ ലിസ്റ്റ് ആവുമ്പോഴും അവർക്ക് പ്രൈസ് ഒക്കെ ഭയങ്കര ഡൗൺ ആണെന്ന് വെക്കും. ഡൗൺ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരിന്റെ കോയിൻ വീണ്ടും ബേൺ ചെയ്ത് കളയും. കോയിൻ ബേൺ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും ആ ലിസ്റ്റ് ആവുന്ന സമയത്ത് ഒരു നല്ല ടോപ്പ് ലെവലിൽ ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ വാല്യൂ അങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുക, ആ ലാസ്റ്റ് സമയത്ത് അവർക്ക് ടോക്കൺ കൊടുക്കാണ്ട് ആ ടോക്കൺ ഒക്കെ ബേൺ ചെയ്ത് കളയുന്നത്. ബേൺ ചെയ്ത് കളഞ്ഞു പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ ഹാംസ്റ്റർ കമ്പനി നന്നായി പറ്റിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബേൺ ചെയ്ത് കളയുമ്പോൾ ആ മാർക്കറ്റ് വാല്യൂ അവിടെ വാല്യൂ കൂടും. അപ്പൊ വാല്യൂ കൂടുമ്പോൾ ആൾക്കാർ ആദ്യം തന്നെ അവിടെ കാണുമ്പോഴേക്കും അത് വിൽക്കാൻ നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള ഫൈനാൻസ് നമ്മളെ ചതിച്ച്, ടെലിഗ്രാം നമ്മളെ ചതിച്ച്, എല്ലാവരും ചതിച്ച് കാരണം എന്താ ഈ വാല്യൂ ഇപ്പൊ ഭയങ്കര ഡ്രോപ്പ് ആയി. ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല. പക്ഷെ അപ്പൊ തന്നെ വിറ്റവർക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ വിറ്റവരൊക്കെ എന്ത് ചെയ്യുക, വന്നിട്ട് കമന്റില് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, എത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ നിങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ബൈബിറ്റിന്റെ കാര്യം ചെയ്യാത്തത്, ഞാൻ ബൈബിറ്റിൽ KYC വെരിഫൈ ചെയ്തിട്ടില്ല, അത് കാരണമാണ് ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് അതിന്റെ വെരിഫിക്കേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈബിറ്റിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ അടുത്ത പ്രോജക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ലിങ്ക് ആണ് ഞാൻ ഇടുക എന്ന് ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്. ഞാൻ നാളെ ആയിരിക്കും അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യുക, ആ വീഡിയോ ഏത് വീഡിയോയിലാണ് ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ കയറിയിട്ട് നിങ്ങൾ ഒരു കമന്റ്
ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ചാനലിന്റെ അക്കൗണ്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ലിങ്കിലെ വീഡിയോയിൽ പോയിട്ട് ഒരു കമന്റ് ഇടുക. ആ കമന്റിൽ ബേസ് ചെയ്ത് റാൻഡം ആയിട്ടായിരിക്കും ഞാൻ ഒരാളെ ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ലൈവായിട്ട് കാണാം, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ആ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ആ ആയ ആൾ വന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ, വിത്ത് പ്രൂഫ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ ആളുടെ ലിങ്ക് ഞാൻ ഇടും. അപ്പൊ അയാൾക്ക് വീഡിയോ കണ്ടില്ല അല്ലെങ്കിൽ അയാൾ മിസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആളെ ചൂസ് ചെയ്യാം, അത് പേടിക്കാനില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം വളരെ, പിന്നെ ഇന്നലെ കുറെ പേർക്ക് എനിക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ അതിന്റെ റിപ്ലൈ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലൈവിൽ കയറി അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അപ്പൊ തന്നെ എല്ലാ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ കൊണ്ട് കുറെ മെയിൻ്റെനൻസും അവരിന്റെ കുറെ കൊള്ളതന്മയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ നമുക്കിട്ട് പണി തന്നെ തന്നെയാണ്. ആ പണിയിൽ എനിക്കും ഉണ്ട്, എനിക്ക് അവർ 400 പോയിനുള്ളൂ. ഞാൻ ഈ രാത്രിയാണ് ഞാൻ ഇന്നലെ എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പൊ നിങ്ങളെ പോലെ തന്നെയാണ് എനിക്കും പറ്റിയത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി ഫ്യൂച്ചർ വരുന്ന പ്രൊജക്ട് അടിപൊളിയാക്കുക. അങ്ങനെയുള്ള നല്ല നല്ല പ്രൊജക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ എന്റെ സബ്സ്ക്രൈബർ ആയി എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ക്രിപ്റ്റോ ഒന്നും പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.